നമുക്ക് അലീൻ്റെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവിൽ ഗോവർദ്ധനൻ ബാലേന്ദ്രനെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് ബാലേന്ദ്രൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ആ സമയം ഗോവർദ്ധന് ചോദിച്ചു, ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും ബാലേട്ട? രോഹിത്തിനെ രക്ഷിക്കണ്ടേന്നൊക്കെ ചോദിക്കുകയാണ്. ബാലേന്ദ്രന് സങ്കടമായി. ബാലേന്ദ്രൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ ഗോവർദ്ധന, മകനായി പോയില്ലേ, രക്ഷിക്കാതിരിക്കാൻ പറ്റില്ലോ. ആദ്യം ഞാൻ വിചാരിച്ചു ഒന്നും ചെയ്യണ്ടാന്ന്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ചെറിയ കേസൊന്നുമല്ല, നിസ്സാര കേസൊന്നുമല്ല, വല്ല പിടിച്ചുപറിയോ മോഷണോ അങ്ങനെയൊന്നുമല്ല. ഇത് പോക്സോ കേസാണ് മിക്കവാറും. അതിൻ്റെ പിന്നിൽ എന്തൊക്കെ ആവുമെന്ന് എനിക്കൊന്നും അറിയില്ല എന്ന് പറയണം. കോളേജിൽ പഠിക്കുന്ന ചെക്കനാ. ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെങ്കിൽ അതോടുകൂടി തീർന്നെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവർദ്ധനൻ പറഞ്ഞു, നോക്കാം, നമുക്ക് ഏതെങ്കിലും വഴിയുണ്ടോയെന്ന് അവനെ രക്ഷിക്കാനായിട്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, രക്ഷിക്കാനായിട്ട് എങ്ങനെ രക്ഷിക്കുമെന്നാണ് ഗോവർദ്ധനൻ നീ പറയണത്? ഒരു കാര്യം ചെയ്യാം, എനിക്ക് പരിചയത്തിലുള്ള 1-2 വക്കീലന്മാരുണ്ട്, ഞാൻ അവരോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, സംസാരിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? ചിലപ്പം അവനും ഈ പറയുന്ന ഹരിയൊക്കെ തെറ്റുകാരാണെങ്കിൽ ഒരു കാരണവശാലും പുറത്തു വരാൻ വഴിയില്ല. പിന്നെ എന്നെ പോലെ തന്നെ ഒരച്ഛനായിരിക്കില്ലേ ആ പെൺകുട്ടിയുടെ അച്ഛനും. അപ്പം അവരുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ എൻ്റെ മകനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, പക്ഷേങ്കിൽ അപ്പോൾ അവരുടെ അവസ്ഥയെക്കുറിച്ചോ? ഇത് കേട്ടിപ്പോൾ ഗോവർദ്ധനൻ പറഞ്ഞു, ബാലേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, പക്ഷേങ്കിൽ മിക്കവാറും ഈ കേസ് പിടികൂടിയിരിക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും അവനിട്ട് തല്ല് കിട്ടാൻ വഴിയുണ്ട്. വല്ല പൈസയോ മറ്റോ കൊടുക്കുകയാണെങ്കിൽ തല്ല് കിട്ടാതെ അതിൽ നിന്ന് ഒഴിവാക്കാൻ ചിലപ്പോൾ പറ്റിയേക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഒരു പൈസ പോലും കൊടുക്കണ്ട. എന്തിനാ പൈസ കൊടുക്കുന്നേ? തല്ല് കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ, നാളെണ്ണം കിട്ടണം, പഠിക്കാനുണ്ട് അവനൊക്കെ തിന്നിട്ട് എല്ലി കയറി കുത്തുന്നതല്ലേ. അല്ലെങ്കിലോ എടാ, മര്യാദയ്ക്ക് ഞാൻ പഠിക്കാൻ വിട്ടിരുന്നല്ലേ, അവന് പഠിച്ചാൽ പോരായിരുന്നോ? ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പോഴേക്കും ഗോവർദ്ധനൻ പറഞ്ഞു, ദേ ബാലേട്ട, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല, വന്നതിൻ്റെ ബാക്കി നോക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നീട് ഗോവർദ്ധനോട് ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം, നീ അതുപോലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ബാലേന്ദ്രനും കൂടെ ഹോസ്പിറ്റലായി കഴിഞ്ഞപ്പോഴത്തേനും പല കാര്യങ്ങളും, കാരണം അലീനയാണ് ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോയിരിക്കുന്നത്. അവളെ കൊണ്ട് തന്നെ കൂട്ടിയ കൂടില്ല എന്നുള്ള കാര്യം ബാലേന്ദ്രൻ അറിയാം. കാരണം അവൾ നല്ല ബോൾഡായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ഒരു പക്ഷേ എങ്കിൽ അവളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊരു ചിന്ത ബാലേന്ദ്രൻ്റെ മനസ്സിലുണ്ട്. കാരണം ആൾ സ്ട്രോങ് ആണ്, തനിക്ക് ബലം തന്ന് അല്ലെ തനിക്ക് താങ്ങ് തണലുമായിട്ട് അവൾ തന്നോടൊപ്പം ഉണ്ടെന്നുള്ള കാര്യം ബാലേന്ദ്രൻ അറിയാം. പിന്നീട് ബാലേന്ദ്രന് കുറച്ച് കാര്യങ്ങളൊക്കെ ഗോവർദ്ധനോട് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഗോവർദ്ധൻ എല്ലാം കേട്ടിട്ട്, ശരി ബാലേട്ട, ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ രാത്രിയിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അലീനയെ പോയി കാണണം, സംസാരിക്കണം എന്നൊക്കെയാണ് ഗോവർദ്ധനെ പറഞ്ഞേൽപ്പിച്ചത്. ഗോവർദ്ധനൻ പറഞ്ഞു, നാളെ നേരം വെളുക്കട്ടെ ബാലേട്ട, രാത്രിയിൽ ആരെങ്കിലും ഇവിടെ വേണ്ടേന്ന് പറഞ്ഞു. അങ്ങനെ ഇതേ സമയത്ത് അലീനയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം രോഹിത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പാണ്. പക്ഷെ അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഹരിശങ്കറൊക്കെ അവനെ കുടുക്കിയതാണോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. ഇതിനു മുമ്പ് തന്നെ റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹരിയാണ് എല്ലാ പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഇട്ട് രോഹിത്തിനെ അതിനകത്തേക്ക് ഉൾപ്പെടുത്തുകയോ ചെയ്തത്. ഇതും അതുപോലെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നൊരു ചിന്തയൊക്കെ അലീനയുടെ മനസ്സിലേക്ക് വന്നു. അലീനയ്ക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായി. രോഹിത്തിൻ്റെ മുറിയൊക്കെ ഒന്ന് പരിശോധിക്കണം എന്നൊക്കെ അലീന തീരുമാനിക്കുകയാണ്. അതേ സമയത്ത് അലീനയുടെ ഫോണിലേക്ക് ശിവശങ്കറിൻ്റെ കോള് വരുന്നത്. അപ്പോൾ ശിവശങ്കരൻ വിളിച്ചിട്ട് അലീനയോട് കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. കമലയെ വിളിച്ചിട്ട് ശിവശങ്കരൻ പറഞ്ഞിട്ട്, കമലയാണെങ്കിലോ പൈസ കൊടുത്ത് ഒതുക്കാന്നൊക്കെ പറയുന്നത്. അതിൻ്റെ സീരിയസ്നെസ്സും കാര്യങ്ങളൊന്നും കമലയ്ക്ക് അറിയത്തില്ല. കമലയുടെ വിചാരം പൈസ കൊടുത്ത ഉടനെ ഇപ്പോൾ കേസും ഒന്നും ഉണ്ടാകത്തില്ല, അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാന്നുള്ള ചിന്തയിലായിരുന്നു കമല ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ള കാര്യം ശിവശങ്കരൻ അറിയാലോ. ശിവശങ്കരൻ അലീനയെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. മോളെ, എന്താ അവിടെ നടക്കണേ, എന്താ കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അലീന കാര്യങ്ങൾ പറയണം. ഹരിശങ്കറാണ് പ്ലാനും പദ്ധതിയിലും ഇട്ടത്, രോഹിത്തിനെയും കൂടെ അതിനകത്ത് കൊണ്ടുപെടുത്തുമായിരുന്നു. ഇപ്പോഴവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. എന്താവും എങ്ങനെയാണെന്നും അറിയത്തില്ല അങ്കളെ. ആകെപ്പാടെ എല്ലാവരും നല്ല വിഷമത്തിലാന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഇതറിഞ്ഞു കഴിഞ്ഞപ്പം അച്ഛനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഇവിടെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടിപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, സാരമില്ല, വിഷമിക്കൊന്നും വേണ്ട, എന്താ ചെയ്യാൻ പറ്റുന്നത് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശിവശങ്കരന് പരിചയത്തിലുള്ള സിഐയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരെ വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് കാര്യത്തിൻ്റെ ഗൗരവം പറയണേ. കാരണം ചെറിയ കേസിലല്ല അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, ജാമ്യം പോലും കിട്ടത്തില്ല, ജാമ്യമില്ലാ വകുപ്പിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിറ്റേ ദിവസം കേസ് രേഖപ്പെടുത്തിയിട്ട് കോടതി ഹാജരാക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. തലയൂരി പോരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി ശിവശങ്കരനും. പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച്
ചിന്തിച്ചിട്ടും കാര്യമില്ല, എങ്ങനെയെങ്കിലും രക്ഷിക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ നോക്കണം എന്ന് ശിവശങ്കരൻ വിചാരിച്ചു. പിന്നീട് മണിശങ്കറെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. മണിശങ്കർ പറഞ്ഞു, അച്ഛാ ഇതിനകത്തുനിന്ന് പെട്ടെന്നൊന്നും ഊരിപ്പോരാൻ പറ്റില്ല. അവർ നല്ല സ്ട്രോങ് ആയിട്ടാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തി പോലും ആയിട്ടില്ലെന്ന് അറിയാനായിട്ട് സാധിച്ചേ. ഞാൻ അന്നേ പറഞ്ഞ അവൻ്റെ പോക്ക് ശരിയല്ലെന്ന്. എന്നിട്ടോ ഇപ്പോഴും അമ്മ എന്നിട്ട് അവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഇനിയിപ്പം നാളെ തൊട്ട് തലയുയർത്തി പിടിച്ച് പുറത്ത് നടക്കാൻ പോലും പറ്റില്ലാത്തൊരവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞു. ശിവശങ്കരനും ടെൻഷൻ, മണിശങ്കരനും ടെൻഷൻ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതല്ലാതെ എന്തേലും ഇതിന് ഒരു തീർച്ചയായും തീരുമാനം ഉണ്ടാക്കണമല്ലോ. അതേ സമയത്ത് ബബിതയ്ക്ക് ഒരു കുലുക്കമില്ലായിരുന്നു. ബബിത നല്ല കൂളായിരുന്നു. പിന്നീട് അലീനെ ബബിതയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ബബിതയുടെ അടുത്ത് എന്ന് സംസാരിക്കുന്ന സമയത്ത് ബബിത പറഞ്ഞു, ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ, അതിന് രോഹിത് അങ്ങനെ എഴുതാൻ എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ബബിതേ ഈ കുടുംബത്തിലൊരാൾക്കാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. രോഹിത് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, പക്ഷേങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവനെ രക്ഷിക്കണ്ടേ, നിൻ്റെ സഹോദരനല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബബിത പറഞ്ഞു, എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടാ, പുറത്തിറങ്ങാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അലീന പറഞ്ഞു, ഇങ്ങനൊരു നാണക്കേട് ഉണ്ടാക്കി വെച്ച ആരാ, അവനല്ലേ, കഴിഞ്ഞ ദിവസം കുടിച്ചിട്ട് വന്ന സമയത്ത് നീ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ലേ ചെയ്തേ, ഇപ്പം മനസ്സിലായോ അവൻ്റെ പോക്ക് എങ്ങനെയായിരുന്നെന്ന്, ഇതുപോലെ നിന്നോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പവിത പറഞ്ഞു, പിന്നെ നിൻ്റെ ഉപദേശം ആർക്ക് വേണം, എന്നെ കൂടുതൽ ഉപദേശിക്കാനൊന്നും വരണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ദേഷ്യപ്പെട്ടു ബബിത. ഈ സമയത്ത് അലീനയ്ക്ക് തോന്നി ഇനി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന്. അലീന നേരെ എന്ത് ചെയ്തു, രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. രോഹിത്തിൻ്റെ മുറിയിൽ ചെന്നൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ എന്നൊക്കെയൊരു ചിന്ത അലീനയുടെ മനസ്സിലുണ്ടായിരുന്നു. ഒടുവിൽ മുറിയിലേക്ക് ഇങ്ങനെ പോയി നോക്കുകയാണ്. മൊത്തത്തിലൊന്ന് പരിശോധിച്ചു. ഒരു ഡ്രോ ഉണ്ടായിരുന്നു. ഡ്രോ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും ഡ്രോയ്ക്കകത്തുനിന്ന് ഒരു മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ കിട്ടുവാണ്. ഒരു CD മെമ്മറി കാർഡൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് അലീനയ്ക്ക് അറിയത്തുണ്ടായിരുന്നില്ല. എന്നാലും മെമ്മറി കാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അലീന അത് കയ്യിലെടുത്തു. വേണ്ടപ്പെട്ട വല്ല രേഖകൾ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് അറിയത്തില്ല. എന്താണെങ്കിലും അത് അലീന കൈവശം വെച്ചു. ഉപകാരപ്പെടുമോ എന്ന് അറിയത്തില്ല. രോഹിത്തിനെ ചില രക്ഷിക്കാനായിട്ട് അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവനെ രക്ഷിക്കണം. പക്ഷെ അവനെ കണ്ടൊന്ന് സംസാരിച്ചാൽ മാത്രമേ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റുള്ളൂ. അവൻ്റെ കരച്ചിൽ കണ്ടിട്ട് ഒരു പക്ഷെ അവൻ തെറ്റ് ചെയ്തിട്ടെന്ന് തോന്നില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കരയേണ്ട കാര്യമില്ല. കാരണം ഹരിശങ്കർ നല്ല ബോൾഡായിട്ടാണ് നിന്നെ, രോഹിത്തിനെ പോലെയൊന്നും ആയിരുന്നില്ല. എന്ത് വന്നാലും ഒരു കൂസലില്ലാത്ത ഭാവത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവൻ ചിലപ്പോൾ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ വിശ്വസിക്കാനായിരുന്നു അലീനയ്ക്ക് കൂടുതൽ താല്പര്യം. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ഗോവർദ്ധന കടപ്പാട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ഭവിതയും കൃഷ്ണമോളും ഇറങ്ങിച്ചെന്നു. പിന്നീട് കൃഷ്ണമോള് ചോദിച്ചു, എന്തായി അങ്കിളെ, അച്ഛൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു. ബാലേട്ടൻ ഇപ്പോൾ കുറവുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആ സമയം ഗോവർദ്ധന ചോദിച്ചു, അല്ല അലീന എന്തിയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അലീന ശിശി അകത്തുണ്ടെന്ന് പറയണം. ഈ സമയത്ത് ബബിത ചോദിച്ചു, അല്ല രോഹിത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അച്ഛനെന്തെങ്കിലും പറഞ്ഞോ, രോഹിത്തിനെ ഇറക്കാനായിട്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവർദ്ധനം പറഞ്ഞു, അതെ രോഹിത്തിനെ ഇറക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ജാമ്യം കിട്ടണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബബിത പറഞ്ഞു, എന്നാ പറഞ്ഞോളാം പറയണം. അല്ല അലീന എന്തിയെ, എനിക്ക് അവളോട് വേണം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ബാലേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു വിട്ടണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബബിത ശാന്ത, ഞങ്ങളോട് പറയാൻ പാടില്ലേ, എന്തിനാ അവളോട് പറയണേ, ഞങ്ങൾ അച്ഛൻ്റെ മക്കളല്ലേന്ന് ചോദിച്ചു. അത് കേട്ടിഞ്ഞിപ്പം നല്ല ദേഷ്യം വന്നു ഗോവർദ്ധനം പറഞ്ഞു, ബാലേട്ടൻ പറഞ്ഞ് അലീനയോട് പറയാനായിട്ടാ, പിന്നെ നിങ്ങളോട് പറയേണ്ട കാര്യമാണ്, നിങ്ങളോട് പറയില്ലായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധൻ അലീനയുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയി. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ബബിതയ്ക്ക്. ബബിത പറഞ്ഞു, കണ്ടില്ലേ എന്തിനും ഏതിനും അലീനയെ മതി, നമ്മളൊക്കെ പിന്നെ ആരാന്ന് ചോദിച്ചു. കൃഷ്ണമോള് പറഞ്ഞു, ചേച്ചിക്കിതെന്താ, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, രോഹിത്തേട്ടന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടോ അല്ലെങ്കിൽ അച്ഛന് ഹോസ്പിറ്റലായിട്ടോ ഈ ചേച്ചിക്ക് ഇതൊന്നും കണ്ടില്ലല്ലോ, ഒരു സങ്കടമോ അല്ലെങ്കിൽ ഒന്നും കണ്ടില്ല. എന്നിട്ടിപ്പോൾ ചേച്ചി വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല, എങ്ങനെയെങ്കിലും രോഹിത്തേട്ടനെ ഒന്ന് രക്ഷിക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കണേ, അതിൻ്റെ ഇടയ്ക്ക് വെറുതെ ഒരു പ്രശ്നമായിട്ട് വരില്ലെന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോൾ കുറേ ചീത്തയൊക്കെ പറഞ്ഞു. ഒന്നുമല്ലേലും സ്വന്തം ചോരയല്ലേ, ആ ഒരു ഇതെങ്കിലും കാണിക്കണ്ടേ. അച്ഛൻ ഹോസ്പിറ്റലായിട്ട് പോലും ചേച്ചിക്ക് ഒരു കുലുക്കമില്ല, അതുപോലെ തന്നെ രോഹിത്തേട്ടനെ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടും ചേച്ചിക്ക് ഒരു കുലുക്കമില്ല. എന്നിട്ടിപ്പോൾ ചേച്ചി എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുതെന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് അലീനയുടെ അടുത്തേക്ക് ഗോവർദ്ധനം ചെന്നു. പിന്നീട് അലീനയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഗോവർദ്ധനം പറഞ്ഞു, അതെ എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണമെന്നാണ് പറയണേ, അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്കിളേന്ന് ചോദിച്ചു. അതെ ഒരു വക്കീലിനെ പോയി കാണണം, വക്കീലിനെ കണ്ട് സംസാരിക്കണം, കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അത് മാത്രമല്ല അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കണം, അവിടെ എന്താ സംഭവിച്ചതെന്ന്. അവൻ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ.
അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു ഞാൻ അവനോട് സംസാരിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവർദ്ധന് ചോദിച്ചു നീ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവന് സത്യം പറയുമെന്ന് ചോദിച്ചു. അതെ ഞാൻ ചോദിച്ചു നോക്കാം അങ്കിളെ, എനിക്കറിയില്ല. പക്ഷേങ്കിൽ അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ അനിയനെ രക്ഷിക്കണം. പിന്നെ അച്ഛൻ്റെ കാര്യം അറിയാലോ, ഇതിപ്പം നാളെ മുതൽ അറിയാലോ എല്ലാവരുടെയും കാര്യം. പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. ഈ പറയുന്ന കൃഷ്ണയ്ക്കാണെങ്കിലും ബബിതയ്ക്കാണെങ്കിലും സ്കൂളിലോ കോളേജിലോ ഒന്നും പോകാൻ പറ്റില്ല. അതേ ഒരവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. നാട് മുഴുവൻ അറിയും. പിന്നെ തലയുയർത്തി പിടിച്ച് നടക്കാൻ പറ്റുമോ? അച്ഛൻ്റെയൊക്കെ അവസ്ഥ എന്താവും? അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവർദ്ധനം പറഞ്ഞു അതൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷേങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇങ്ങനൊരു കേസായി പോയില്ലെന്ന് ചോദിച്ചു. അലീന പറഞ്ഞു അങ്കിൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറയണം. പിന്നീട് ഗോവർദ്ധനൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അലീനയെ ഏൽപ്പിക്കുകയാണ്. അലീന പറഞ്ഞു ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. ബാലേന്ദ്രനാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത്. അങ്ങനെ രോഹിത്തിനെ രക്ഷിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അലീന ചെയ്യുവാണ്. ഇതേ സമയത്ത് വൈജയന്തി കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഭവിത വൈജയന്തിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെല്ലുമ്പോഴാണ് വൈജയന്തിയോട് കാര്യങ്ങൾ പറയണേ, ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്നുള്ള കാര്യം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിക്ക് ഭയങ്കര ടെൻഷനായി. വൈജയന്തി പറഞ്ഞു സത്യമാണ് നീ പറയണമെന്നൊക്കെ ചോദിച്ചു. അതേന്ന് പറയണം, പക്ഷേ എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവനൊരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല. മിക്കവാറും ഹരിയായിരിക്കും എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ആ വീട് കൂടിയിട്ട് വീണ്ടും താളം തെറ്റി. ബാലേന്ദ്രനല്ലേ നോക്കുന്നേ, ബാലേന്ദ്രനെ കുറേ ചീത്തയൊക്കെ പറയാണ്. പോരാത്തന്നെ ബബിതയും കൂടെ വൈജയന്തിയോടൊപ്പം കൂടുകയാണ്. അങ്ങനെ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എങ്ങനെ രക്ഷിക്കുമെന്നല്ല ചിന്തിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ബാലേന്ദ്രനെ കുറ്റപ്പെടുത്തി സംസാരിക്കാനായിട്ടൊക്കെയാണ് വൈജയന്തിക്ക് തിടുക്കം കൂടുതലുണ്ടായിരുന്നത്. ഇതേ സമയത്ത് അലീന മണിശങ്കറെ വിളിക്കുന്നുണ്ട്. മണിശങ്കറെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വക്കീലിനെ കാണും. പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. മണിശങ്കറോട് ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറയണം. അങ്ങനെ അലീന എന്ത് ചെയ്തു, രോഹിത്തിനെ രക്ഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രന് വയ്യാതെ കിടക്കുന്ന സമയമാണ്. പക്ഷേ തൻ്റെ സഹോദരൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവനെ രക്ഷിക്കണം എന്നൊരു ഉറച്ച തീരുമാനം എടുത്തിട്ടാണ് അലീന ഇറങ്ങുന്നത്. അപ്പോൾ അലീനയുടെ കയ്യിൽ എന്തോ പെൺഡ്രൈവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, മെമ്മറി കാർഡൊക്കെ. അതിനകത്ത് ഇനി എന്താ എങ്ങനെയാണെന്നും അറിയത്തില്ല. അവിടെ നടന്ന വല്ല സംഭവങ്ങൾ ഇനിയിപ്പോൾ രോഹിത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, അലീനയ്ക്ക് തൻ്റെ സഹോദരനെ രക്ഷിക്കാനായിട്ട് പറ്റും. എന്ത് വില കൊടുത്തും അവൾ ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.